ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ഭവനങ്ങൾ നിർമ്മിച്ചു തരുന്നതിന് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിരിക്കുന്നു. അല്ലാതെ ഈ ട്രൈബൽസിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ പുറത്തുനിന്ന് പ്രസൻറ്റ് സിറ്റുവേഷനിലൊരു കാശ് പിരിക്കേണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. അതൊരിക്കലും എന്താ പറയുക, ഫിലോക്കാലിയ ഫൗണ്ടേഷനോ ചാരിറ്റബിൾ ട്രസ്റ്റിനോ ആ ഫണ്ട് കിട്ടില്ല. അത് അവരുടെ പേഴ്സണലായിട്ട് അവർക്ക് വന്ന കാശാണ്. അത് അവരുടെ ഇഷ്ടത്തിന് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ബ്രദറിൻ്റെ അടുത്ത് നന്ദിയേ പറയാനുള്ളൂ. നിങ്ങളൊന്നും അറിയാത്ത ആളുകൾ ആ വീഡിയോ കണ്ട് അതിൽ കാണുന്ന നമ്പറിൽ ഒരു ചാരിറ്റി അല്ലെ ഒരു നന്മ പ്രവൃത്തി അല്ലേ എന്ന് വിചാരിച്ച് നമ്പറിൽ ആ പൈസ അയക്കും. ഈ പൈസയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനൊക്കെ എന്ത് വിശ്വാസ്യതയാണുള്ളത്? അത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് കാശ് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കാം. ആരെങ്കിലും കാണും, ആ നമ്പർ എടുക്കും, നമ്മളാണെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഗൂഗിൾ പേ നമ്പർ അടിക്കും, ഗൂഗിളിൽ കാണും, പേര് കാണും, കൊടുക്കും. നമ്മൾ ഫണ്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് അതിൻ്റെ പേരിലൊരു പിരിവോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കും പറയാനുള്ള കാര്യമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഞങ്ങളുടെ നല്ല ആരെ കിട്ടുമ്പോഴും നിങ്ങളത് വ്യക്തമായിട്ട് നോക്കണം. നമുക്ക് ഇനി അടുത്ത വർഷം നല്ല വീട്ടിലേക്ക് കയറാം. അടുത്ത വർഷം നല്ല വീട്ടിലേക്ക് കയറാം. നിങ്ങൾ രാത്രി ഉറങ്ങാതെ കാവലിരിക്കും? ഉറങ്ങാൻ പറ്റില്ല. ആന വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. മൂപ്പൻ്റെ ചെക്കൻ ഓടി റോട്ടിൽ കൂടി വന്നിട്ട് പറയാൻ, മാമ ആന ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ. ഞാൻ വന്ന് കൊള്ളാൻ കുടിച്ചാൽ വന്ന് കയറിക്കണം. ഞാനും ഇതിലേക്ക് ഉള്ളിലെ കയറിയാണ് എൻ്റെ കാര്യത്തിൽ പോയത്. പക്ഷേ ഈ പൈസ പോയതിന് മാഡത്തിനും ജി എമ്മിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറി. അതിൻ്റെ കാരണം എന്തോന്നും എനിക്കറിയില്ല. ഒരു 18 ലക്ഷം രൂപ 20 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ അത് അവർ മാഞ്ഞു പോയി എന്നുള്ളതാണ്. മാഞ്ഞു പോയി. അതിൻ്റെ ഉത്തരം പുള്ളിക്കാരി തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാശിട്ട് കഴിഞ്ഞാൽ അതൊന്ന് പ്രസൻ്റ് എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രൊജക്റ്റിന് പ്രസൻ്റ്ലി നമുക്ക് പുറത്തുനിന്ന് ഒരു ഫണ്ട് സ്വീകരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമസ്കാരം. ജിജി മാരിയോ ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇതിനോടകം തന്നെ മലയാളികൾ അറിഞ്ഞു കാണുമല്ലോ. ഈ സാഹചര്യത്തിൽ ഇന്നലെ ജിജി ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ഏകദേശം 27ഓളം വീടുകളുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണെന്ന്, അതിനുള്ള ഫണ്ട് അവരുടെ പക്കലില്ല എന്ന്. ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടിക്കൊണ്ടുള്ളതായിരുന്നു ആ ഒരു വീഡിയോ. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വരുന്ന പണം വിനിയോഗിക്കണമെങ്കിൽ മാരിയോ ബ്രദറിൻ്റെ സൈൻ അത്യാവശ്യമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പണം അയച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം തുടങ്ങിയ സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നതാണ്. അതിൽ ജിജി എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പോത്തുപാറ ആദിവാസി ഉന്നതിക്ക് ഏകദേശം 24ഓളം വീടുകൾ പണിത് കൊടുക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അതായത് മാരിയോ ബ്രദറിനോടൊപ്പം ഈ ആദിവാസി ഉന്നതിയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മാരിയോ ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ഫിലോക്കാലിയ ഫൗണ്ടേഷനാണ്. അപ്പോൾ ജിജി ഇന്നലെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ആദിവാസി ഉന്നതിക്ക് വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് ജിജി നേതൃത്വം നൽകുന്ന ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പണം നൽകേണ്ടതില്ല. ഇന്നു മുതൽ ഈ വീടിൻ്റെ പുനർപ്രവർത്തനങ്ങൾ നിശ്ചലമായി കിടക്കാതെ ഇതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് മാരിയോ ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ഫിലോക്കാലിയ ഫൗണ്ടേഷനാണ്. എന്താണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ പിക്ചർ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് പോത്തുപാറ ട്രൈബൽസിൻ്റെ വീടുകൾ ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കാതെ മുടങ്ങിക്കിടക്കുന്നു. ഈ വീടുകളുടെ ഇനിയുള്ള പണികൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ PKF ഏറ്റെടുത്ത് ചെയ്യുവാൻ സമ്മതമാണെന്ന് ട്രൈബൽസ് ഒപ്പിട്ട സമ്മതപത്രം താഴെ കൊടുക്കുന്നു. പോത്തുപാറയിലെ ട്രൈബൽസിൻ്റെ വീടുകൾ നിർമ്മിക്കുന്നതിന് താഴെ ഒപ്പിട്ടിട്ടുള്ള എല്ലാവരും ഒരാളുടെയും പ്രേരണ കൂടാതെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ഭവനങ്ങൾ നിർമ്മിച്ചു തരുന്നതിന് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ ഇവിടുത്തെ കുറേ ആദിവാസികൾ ട്രൈബൽസ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മാരിയോ ബ്രദർ ഇവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 20 വീടുകളാണ്. 20 വീടുകളുടെ പണി ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ അതൊക്കെ നമ്മൾ വിഷ്വലിൽ നിങ്ങളെ കാണിച്ചു തരും. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ ട്രൈബൽസിനോട് ഇവർക്ക് ആ വീട് കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വപ്നമാണ് വീട് എന്നുള്ളത്, എത്രത്തോളം സന്തോഷമുണ്ട്? ഇപ്പോൾ വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഈ മഴക്കാലത്തും ഇതിനൊക്കെ കയറി കിടക്കാനുള്ള ഒരു വീടായോ അതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഒരു കുറവുള്ളൂ. ഈ മാരിയോ ബ്രദറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പൂർത്തീകരിച്ച് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രദറിൻ്റെ ഈ ഒരു മനസ്സിനെ നിങ്ങൾ എന്താ ബ്രദറിൻ്റെ അടുത്ത് നന്ദിയേ പറയാനുള്ളൂ. നിങ്ങൾ മഴക്കാലത്തൊക്കെ എങ്ങനെയാണ് ഇവിടെ അതിജീവിച്ചു വരുന്നത്?
മഴക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഷെഡ് കെട്ടി താമസിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഏകദേശം എത്രത്തോളം ആളുകളുണ്ട് ഈ ഒരു ആദിവാസി ഏരിയയിൽ? ഈ ഏരിയയിൽ മൊത്തം 26 വീടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 26 വീട്. അപ്പോൾ അതിൽ 20 വീടുകളുടെ ഏകദേശം പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 2018 മഴയും പ്രളയം ഉണ്ടായപ്പോൾ ഒരു ഊരിൽ നിന്ന് മാറിയതല്ലേ? ആ ഊരിന്റെ പേരെന്താ? സോളയാർ പവർഹൗസാണ്. പവർഹൗസിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ കോളനി ആയിരുന്നത്. അവിടുന്ന് 2018 പ്രളയം കഴിഞ്ഞപ്പോൾ ഇവിടത്തേക്ക് പോന്നു. ഇവിടെയൊക്കെ പോന്നു. അത് ട്രൈബൽക്കാർ ഈ സ്ഥലം വന്ന് കണ്ട്, മൂപ്പനടക്കം വന്ന് ഈ സ്ഥലം കണ്ട്, ജില്ലാ കലക്ടറടക്കം വന്ന് കണ്ട് ഈ സ്ഥലം കണ്ടിട്ടാണ് ഞങ്ങളെ ആനക്കയം പാറപ്പുറത്താണ് നമ്മുടെ താമസമായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജില്ലാ കലക്ടർ ഞങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഈ സ്ഥലം കാണിച്ച് DFനെ കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഈ ആനക്കയത്ത് നിങ്ങൾ പിന്നെ ഇതേപോലെ ഷെഡ് കെട്ടിയാ താമസിച്ചത്? ഇതേപോലെ ഷെഡ് കെട്ടി താമസിച്ചു പാറപ്പുറത്തായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പം 3 വർഷമായിട്ട് ഷെഡ് കെട്ടി താമസിക്കുന്നു. നമുക്കിനി അടുത്ത വർഷം നല്ല വീട്ടിലേക്ക് കയറാം. അടുത്ത വർഷം നല്ല വീട്ടിലേക്ക് കയറാം. ഈ ഷെഡിൽ ഇവിടെ ആനശല്യം അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യമൊക്കെ? എല്ലാ ശല്യമുണ്ട് ഇവിടെ. അപ്പൊ ഈ ഷെഡിൽ ഒട്ടും സുരക്ഷിതം അല്ലല്ലോ? ഇല്ല കിട്ടില്ല. നിങ്ങൾക്ക് പേടിയാവണില്ല ഇവിടെ കിടക്കാൻ? പേടിയായിട്ട് കാര്യമല്ല. ഒരു രാത്രി ഈ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ വരുന്ന ആനകൾ വന്ന് മുകളിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിരപാനിച്ച് വരില്ല. മനുഷ്യനെ പിന്നെ കിടന്നുറങ്ങാൻ ചിലപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു കുടുംബക്കാർ മരിച്ചു. പശുക്കൾ വരുന്ന മാതിരിയാണ് പറഞ്ഞത്. ഒരു 5 മണി കഴിഞ്ഞാൽ മതി ആന ഇറങ്ങും. ഇവിടെ ഇതേ കണ്ടോ ആനയുടെ വയച്ചാലാണ് ഇതേ കിടക്കണേ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല രാത്രി ആയാലൊന്നും പുറത്തിറങ്ങാൻ പേടിയായിരിക്കും? പേടിയായിരിക്കും. നിങ്ങൾ രാത്രി ഉറങ്ങാതെ കാവലിരിക്കും? ഉറങ്ങാൻ പറ്റില്ല. ആന വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. തീ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടൊരു തീ കൂട്ടണം. അപ്പോൾ ആ തീ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരില്ല. തീയിലാണ്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ മനുഷ്യരെല്ലാം എല്ലാ ഭൂമിയിലും മനുഷ്യരില്ലെന്ന് അറിഞ്ഞിട്ട് അവർ വന്ന് കയറും. ഈ മൂപ്പൻ്റെ ഷെഡ് ഇവിടെ ഇരുന്നതാണ്. ആളെ ചാലക്കുടിയിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവന്ന് ഇങ്ങനെ താഴെ ഇട്ടതാണ്. ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചൊരു 9 മണിയാകുമ്പോഴേക്കും ഈ ആന അതിലെ ഉള്ളിലൊരു 2 കൊമ്പൻ ഉള്ളിൽ കയറി ഷെഡിൻ്റെ ഉള്ളിൽ. ഇവരെന്തോ ഞാനും കേട്ട് ഇവർ വെള്ളം കുടിച്ച് വല്ല പ്രശ്നം ഉണ്ടാക്കണമെന്നാലും. ലാസ്റ്റ് മറ്റേ ബിജു മൂപ്പൻ്റെ ചെക്കൻ ഓടി റോട്ടിൽ കൂടി വന്നിട്ട് പറഞ്ഞു, മാമ ആന ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ. ഞാനും വന്നപ്പോൾ ഈ ആനയെ കാണാനില്ല. ശരിയാക്കി ഈ വെള്ളം കുടിച്ചാൽ വന്ന് കയറി കാണും. ഞാനും ഇതിനിടയ്ക്ക് ഉള്ളിലെ കയറിയാണ് എൻ്റെ കാര്യത്തിൽ പോയത്. ഈ നിന്നത് ആനയായിരുന്നു. കലാം ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി മറിച്ചു. ഉള്ളിലാണ് 2 കൊമ്പനായിരുന്നു. ശരിക്കും അപ്പൊ ഈ വീട് പണി പൂർത്തിയായ സമാധാനത്തോടെ കിടന്നുറങ്ങും? സവാലത്ത് കിടക്കാം. വീടിൻ്റെ പണി തീർന്ന് കിട്ടിയാൽ സന്തോഷമായിട്ട് കിടക്കുകയും ചെയ്യാം. ഒരു മൃഗത്തിനെ പേടിക്കുകയും വേണ്ട. ചേച്ചി, ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഷെഡിലൊക്കെ ആണല്ലോ താമസിക്കണേ. എങ്ങനെയാ അവിടെ കിടക്കണ? പേടിയാവാറുണ്ടോ? പേടിയാകാറുണ്ട്. പിന്നെ രാത്രിയൊക്കെ എണിച്ച് ഇരിക്കും. ആന വരുന്നുള്ള പേടി? ആന പറഞ്ഞു നിന്നിട്ട് പേടിച്ചിട്ട് ഉറക്കാൻ കിട്ടില്ല. എണിച്ച് തന്നെ ഇരിക്കണ. നമ്മളെ കിടാന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് വന്ന് കയറും. അതിനെണിച്ചിരിക്കണ്. ബൈജേട്ട, ഇപ്പോൾ ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഇനിയുള്ള കടമ്പകൾ? ഇനിയുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൈസ വരാനെത്തിരി താമസിച്ചാറുണ്ട്, നിർത്തി വയ്ക്കുകയും പിന്നെ ഒരു പ്രതിസന്ധി കാരണം നമുക്ക് വർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് ബ്രദറിൻ്റെ മരിയോ ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ട് പൂർത്തീകരിച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു വീടിന് ഏകദേശം എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ്? അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന 6 ലക്ഷം രൂപയാണ്. അത് കൂടാതെ 3 ലക്ഷം രൂപ വേണ്ടി ഇട്ടാലാണ് ഒരു വീട് മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ആ രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഉറപ്പ് കിട്ടി. അപ്പോൾ ഈ ഒരു ഉദ്യമം ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടുണ്ട്. SC ST ഫണ്ടുകളൊക്കെ വിനിയോഗിച്ചിട്ടാണ്. അങ്ങനെയാണ് 6 ലക്ഷം രൂപ. അത് കൂടാതെ 3 ലക്ഷം രൂപ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ കൊടുക്കുന്നു എന്നാണോ? അതെ. അങ്ങനെ എന്നാലാണ് ഇത് പൂർത്തീകരിക്കുക. ഓക്കെ. ഈ ഗവൺമെന്റിന്റെ ഇപ്പോൾ ഈ പറഞ്ഞ 6 ലക്ഷം രൂപ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് വരുന്നത്? അതിന്റെ വിനിയോഗം എങ്ങനെയാണ്? അത് ട്രൈബൽസിൻ്റെ പേരിൽ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരാണ്. അതിനുശേഷം അത് PKFൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടാണ്
ഇതെടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഗവൺമെന്റ് നേതൃത്വത്തിൽ അങ്ങനെ 6 ലക്ഷം രൂപ കിട്ടി നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു ഉദ്യമമാണ്. ഇതിലേക്ക് എങ്ങനെയാണ് PKF ഇൻവോൾവ് ആവുന്നത്? ഇതിലേക്ക് PKF ഇൻവോൾവ് ആവുന്നത് പറഞ്ഞാൽ ജില്ലാ കളക്ടർ നേരിട്ട് മാത്യു ബ്രദറിനെ കോൺടാക്ട് ചെയ്ത് ആ വഴിയാണ് നമുക്ക് ഇതിൻ്റെ വർക്ക് കിട്ടുന്നത്. അവിടുന്ന് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ പണിയുന്നു. അവരുടെ നേതൃത്വത്തിലും ഇതിനു വേണ്ട ഓരോ സമയങ്ങളിൽ അവർ വന്ന് ഉറപ്പ് വരുത്തി, ഇങ്ങനെ പറഞ്ഞ ലെവലിലെ കൃത്യമായ പണികൾ കാര്യങ്ങൾ ഉറപ്പ് വരുത്തി എന്ന് ഉറപ്പിച്ചിട്ടാണ് തുടർന്ന് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിരുന്നു, ചെറിയൊരു പ്രശ്നം കാരണം. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ തന്നെ ഒരു വീഡിയോ ഇറക്കി, ഇങ്ങനെ വർക്കുകളെല്ലാം പെൻഡിങ് ആണ്, ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ്. നമുക്കിതിനകത്ത് ഞങ്ങൾ ഓൾറെഡി പറയാം, കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 28-ാം തീയതിയാണ് ലാസ്റ്റ് നമ്മൾ ഇതിന് വേണ്ട ഫണ്ട് ബ്രദർ ചെക്ക് സൈൻ ചെയ്തത്. അതിനുശേഷം 1-ാം തീയതി ചേച്ചൊരു കേസ് ഫയൽ ചെയ്യും. അതിനെ തുടർന്ന് പുള്ളിക്കാരന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള വർക്കുകളും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അത് ചെയ്തത് ചേച്ചി തന്നെയാണ്. കാരണം പുള്ളിക്കാരി അങ്ങനെ ഒരു കേസും കാര്യങ്ങളും ഇപ്പോൾ പ്രസൻറ്റിൽ ജാമ്യത്തിലാണെങ്കിലും അതുപോലെ ഒരു ജാമ്യാവസ്ഥ പുള്ളിക്കാരി തന്നെ വെച്ചുകൊണ്ടും പുള്ളിക്ക് ഒരു കാരണവശാലും ചാലക്കുടിയിലേക്ക് വരാനോ ചേച്ചിയെ നേരിട്ട് കാണാനോ ഓഫീസിലെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ സാധിക്കില്ല. ഇങ്ങനെ ഒരു ക്ലോസ് നിൽക്കെ ഇതിൻ്റെ വർക്കുകളെല്ലാം സ്വാഭാവികമായിട്ട് എന്തായിട്ടും പെൻഡിങ് ആവും. ഇപ്പോൾ പുള്ളിക്കാരി ആ വീഡിയോയിൽ പറഞ്ഞ പോലെ അത്ര അധികം വർക്കുകളോ കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. പക്ഷേ ഇതിനും നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ലീഗലി ഇതിന്നൊക്കെ ഒരു ഒപ്പീനിയൻ എടുത്ത് അവരെല്ലാം പറഞ്ഞു ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിൻ്റെ പുറത്താണ്. പിന്നെ ഇവരോട് സംസാരിച്ചു, ഇവർക്ക് ആരോടാണ് താല്പര്യം, നമ്മളെ ഏൽപ്പിക്കണോ അതോ ട്രസ്റ്റായിട്ട് തന്നെ പോകണോ, എന്താ വേണ്ടതെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം ഒരേപോലെ പറഞ്ഞു നമുക്ക് കൊടുക്കാം കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൂപ്പനടക്കം സംസാരിച്ചതിൻ്റെ പുറത്താണ് അപ്പോൾ നമ്മളിവിടെ വരും. ഇവരെ നേരിട്ട് കണ്ട് ഈ പറഞ്ഞ ലെവലിൽ അതിന് വേണ്ട എഗ്രിമെൻറ്റ്സും കാര്യങ്ങളും തയ്യാറാക്കി നമ്മളിവിടുന്ന് വർക്ക് പോകുന്നു. ഈ വരും ദിവസങ്ങളിൽ തന്നെ, ഈ വരുന്ന അടുത്ത ദിവസം തന്നെ ഇവിടെ വർക്ക് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ആച്ചാൽ ഓൾറെഡി അവരുടെ കയ്യിൽ കാശും കാര്യങ്ങളുണ്ട്. അപ്പോൾ അല്ലാതെ ഈ ട്രൈബൽസിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ പുറത്തുനിന്ന് പ്രസൻറ്റ് സിറ്റുവേഷനിലൊരു കാശ് പിരിക്കേണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. മനസ്സിലല്ല. അപ്പോൾ നമ്മൾ ഈ ട്രസ്റ്റിൻ്റെ പേരിലോ അങ്ങനെ ഇതിലൊന്നും എവിടെയും നമ്മൾ ഈ പേര് പറഞ്ഞിട്ട് പൈസ പിരിക്കുന്നില്ല. നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിലും തീർച്ചയായിട്ടും അത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് വഴി മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളാവുള്ളൂ. അതിൽ തന്നെ ഫൗണ്ടേഷന് ഉത്തരവാദിത്തപ്പെട്ട മാരിയോ ജോസഫ് സാറിനെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ എത്ര വീടുകൾ ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു? ഇപ്പോൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയത് 16 വീടാണ്. പിന്നെ ഒരു 3 വീടിനും കൂടി സാങ്ഷൻ ആയിട്ടുണ്ട്. ഈ ഫസ്റ്റ് തുടങ്ങിയ 16 വീടിൻ്റെ ഒരുവിധം 3/4 ഭാഗത്തോളം പണി പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ജനുവരിയിൽ തുടങ്ങിയതാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണി തീർക്കാൻ ഒരു ഡിലേ വന്നത്? അത് 3 മാസം മുമ്പാണ്, 3 മാസമായിട്ടുള്ളൂ പണി നിർത്താൻ കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാൻ കുറച്ച് ഡിലേ വന്നു. അപ്പോഴാണ് ഇത് നിർത്തി വെച്ചത്. ഇപ്പോൾ ഫണ്ട് വന്നു, ഞങ്ങളെ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് വന്നിട്ടും തുടങ്ങാനുള്ള ചെറിയൊരു ഡിലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, ലീഗലി ചില ഇഷ്യൂസ് കാരണം ബ്രദറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം അവർ അങ്ങനെ ഒരു ബെൽ കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നൊരു മാറ്റം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രദറിനെ കൊണ്ട് വന്ന് നമുക്ക് ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേയും കൂടി ഇതിൽ വന്നു. പക്ഷേ ഇപ്പം നമ്മളതിന് വേണ്ട നിയമ നടപടികൾ കാര്യങ്ങൾ സ്വീകരിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം എപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്? വരുന്ന വർഷം 2026 ഒരു മാർച്ചിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം ഇതുപോലെ തന്നെ അനുകൂലമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണേ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങുന്നു, ഇനി അവരെന്തെങ്കിലും മുടക്കമായിട്ട് വരിക കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ഇത് ഡിലേ വരും. പക്ഷേ അവർ ആഗ്രഹിക്കുന്ന പോലെ ഇതൊക്കെ നടന്ന് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് നടക്കാൻ വേണ്ടി നമ്മളോടെല്ലാം സഹകരിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഫണ്ടിന് ഡിലേ ഇല്ലാന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് നമ്മളിത് പൂർത്തീകരിക്കും. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഈ എമൗണ്ട് എങ്ങനെയാണ് സ്വരുക്കൂട്ടുന്നത്? ഇല്ല, നമ്മൾ പലതരത്തിൽ ഇങ്ങനെയുള്ള ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം ആളുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നൊക്കെ ഒത്തിരി അധികം ആളുകൾ സഹായിച്ചതും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിത് മുന്നോട്ട് വരികയുള്ളത്. അത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയും നമ്മൾ പറയില്ല, ഇതേപോലെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാർ, വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കാര്യങ്ങൾ സപ്പോർട്ടിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ. അത് ഇവിടെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വീടുകളായിട്ടും പാവപ്പെട്ട രോഗികൾക്കെല്ലാം മരുന്നുകൾ, പലതരത്തിലുള്ള ധനസഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തതും അങ്ങനെ തന്നെയാണ്. ഇതിനു മുൻപ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ട് പണിത ആദിവാസികൾക്ക് പണിത് കൊടുത്ത വീടുകൾ കണ്ടു. അതിൽ നിന്ന് എക്സ്ട്രാ ഒരു 3 ലക്ഷം കൂടെയും ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. ഇപ്പോൾ ഈ വീടുകളൊക്കെ ജസ്റ്റ് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ പണിതിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ ഏകദേശം 2-3 മാസമായിട്ട് ഒരു വർക്കും ചെയ്ത് കിടക്കുന്നതാണ്. ഇതിലെവിടെയെങ്കിലും ലീക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് നിങ്ങൾക്ക് കാണുന്നു. ഒരു സാധാരണ നമ്മുടെ ഒരു വീട്ടിലൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള ഒരു സാധാരണ ഒരു വീട്, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളതും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണോ അതേ ഒരു ഫെസിലിറ്റിയിൽ തന്നെ ഇവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 6 ലക്ഷം രൂപ സർക്കാർ തരുന്നുണ്ടെങ്കിലും 6 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കോൺട്രാക്ട് എടുത്ത് പണിയുന്ന സാഹചര്യം ഇതായിരിക്കും. ഈ രീതിയിൽ അല്ലാതെ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ വീട് നോക്കാം, ഇപ്പോൾ പണി കഴിഞ്ഞ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ആ വീട് 6 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ പണിയാൻ പറ്റുള്ളൂ, എന്നാലേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 3 ലക്ഷം രൂപ കൂട്ടി ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നത്. കൂടി വന്ന 2 വർഷത്തേക്കാണ് ഈ ഒരു വീടിൻ്റെ
ലെവൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ടർപ്പായിട്ട് മുകളിലിട്ട് മൂടാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പൊളിഞ്ഞു കൊടുങ്ങും, ലീക്കാവും. ലീക്ക് കഴിഞ്ഞാൽ കമ്പി തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ വാർക്ക പൊളിയും. അതാണ് സാഹചര്യം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വാർക്കുന്ന 4 ഇഞ്ച് കനവും മേസ്ലാബ് ഇടും, ഒരു 2.5-3 ഇഞ്ച് കനത്തോളം സെൻസൈഡ് കൊണ്ടുവന്ന് മുകളിലേക്ക് വരുമ്പോൾ 4 ഇഞ്ച് കനത്തോളം വാർത്താണ് നമ്മൾ സ്റ്റോപ്പാക്കി വാർത്താണ് നമ്മൾ ഇപ്പം അവിടെ പോത്തുപാറയിൽ നിലവിൽ ചെയ്തു കൊടുത്തു. ഈ ഓരോ വീടിനും ഉള്ള സ്ഥലം എത്രയാ? അത് പറഞ്ഞല്ലോ, അത് ഓരോ ആളുകൾക്ക് ഗവൺമെൻറ് അവരുടേതായ നിയമം അനുസരിച്ച് എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളതിൽ 10 സെൻറ്റ് അതിന് മുകളിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, ജിജി മാരിയുടെ വീഡിയോ. അതിനകത്ത് ജിജി പറയുന്നത്, ഞാൻ തുടങ്ങി വെച്ച പല വീടുകളുടെയും നിർമ്മാണം ഇപ്പോൾ നിശ്ചലമായി കിടക്കുകയാണ്. അതിൽ ഈ സ്ഥലത്തെക്കുറിച്ചും എടുത്തു പറയുകയുണ്ടായി. 20 വീടുകളുടെ പണി നിലച്ചിരിക്കുകയാണെന്ന്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ട് അയക്കണം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക്. അപ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ, ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏതിലേക്കാണ് പണം അയക്കേണ്ടത്? അല്ല, അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ വീട് പണി തുടങ്ങാൻ വേണ്ടി DL ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിന് കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. കോൺട്രാക്റ്റ് കൊടുത്തിട്ട് 36 ലക്ഷം രൂപയോളം അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ രേഖകൾ ഓഫീസിലുണ്ട്. ആ 36 ലക്ഷം രൂപ കൊണ്ട് അവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 16 വീടുകളുടെ തറ മാത്രമേ കെട്ടിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ കൂടി വന്ന 1 ലക്ഷം രൂപയാണ് ഒരു തറയ്ക്ക് വന്നത്. പക്ഷേ ഇവർ 36 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ട് വീണ്ടും പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി അവർ ഒഴിഞ്ഞുപോയി. അപ്പോൾ അതിനെതിരെ ഞാൻ മാഡത്തിനോടും, മാഡത്തിൻ്റെ ബ്രദറായിരുന്നു, ഒരു അങ്കിളായിരുന്നു GM, അവരോട് സംസാരിച്ചപ്പോൾ അവർ രണ്ടാളായിരുന്നു ഇതിൻ്റെ മുൻ കാര്യങ്ങൾ നീക്കിയിരുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കേസൊന്നും കൊടുക്കണ്ട, അതിങ്ങനെ പോട്ടെ, നമുക്കല്ലാണ്ട് ഇനി തുടങ്ങാമെന്നും പറഞ്ഞു. ലാസ്റ്റ് അവസാനം ഞാൻ ഇത് ഇവരുടെ ഈ അവസ്ഥയൊക്കെ കണ്ട് ഞാനൊരു കോൺട്രാക്ടറും ഈ വർക്ക് 10-36 വർഷമായിട്ട് ഞാൻ ഈ വർക്കുമായിട്ട് മുന്നോട്ട് പോണതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്ത് ഞാൻ പണിക്കാരെ നിർത്തി നേരിട്ട് ചെയ്യിപ്പിക്കാനായത്. അതുകൊണ്ടാണ് ഇത് ഒരു ലെവലാക്കി കൊണ്ടുവരാൻ പറ്റിയത്. പക്ഷേ ഈ പൈസ പോയതിന് മാഡത്തിനും GMനും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറി. അതിൻ്റെ കാരണം എന്തോന്നും എനിക്കറിയില്ല. അങ്ങനെ ഏകദേശം എത്ര രൂപ ആ ഒരു പേരിൽ? ഒരു 18 ലക്ഷം രൂപ 20 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ അത് അവർ മാഞ്ഞു പോയി എന്നുള്ളതാണ്. മാഞ്ഞു പോയി. ആ പൈസ ഉണ്ടായിരുന്നു ഇതിനോടൊക്കെ അതിൻ്റെ പണി പൂർത്തീകരിക്കായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഗവൺമെൻറ് പൈസ ഡിലേ വന്നെന്നുണ്ടെങ്കിലും നമുക്കത് പൂർത്തീകരിക്കായിരുന്നു. പക്ഷേ പൈസയുടെ ഭയങ്കര ഷോർട്ട് വന്നപ്പോഴാണ് നമുക്ക് സർക്കാരിൽ നിന്ന് തന്നെ നമ്മൾ പൈസ കിട്ടിയാലേ പണിയാൻ പറ്റുള്ളൂ എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ജിജിയും ഇൻവോൾവ് ആയിരുന്നോ? അതെ 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 അപ്പോൾ മാഡമായിരുന്നു, GM ആയിരുന്നു ഇതിൻ്റെ ഫുള്ള് മുകളിലുള്ളത്. അവരായിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജിജിയുടേതായ എന്തെങ്കിലും കൺസെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതുവരെ ഇത് സത്യം പറഞ്ഞാൽ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനേക്കായിരുന്നു ഇവിടുന്ന് ഇവർ അതിന് അനുമതി കൊടുത്തിരുന്നത്, ഇവിടെ വർക്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസം ഇന്ന് ഡിസംബർ 6 തീയതി ഇന്ന് ഡിസംബർ 6 തീയതി തൊട്ടിട്ട് ഇവർ ഈ വർക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക്, അതായത് സെയിം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ആയിരുന്ന മാരിയോ സാറിന് തന്നെ ഇതായിട്ടുള്ള ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് ഞാനടക്കം ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായിട്ട് വരുന്ന ഇതിലേക്കാണ് ഇപ്പോൾ അവർ നമുക്ക് ഇവിടുന്ന് അനുമതി തന്നിട്ടില്ല. ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇവിടുന്ന് സൈൻ ചെയ്ത് ഇവിടുത്തെ ജനങ്ങൾ സൈൻ ചെയ്ത് തന്നിട്ടുള്ള പേപ്പറാണ്. അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇപ്പോൾ സ്കാൻഡ് കോപ്പി തന്നെ നമുക്ക് കാണിക്കാം. ഓക്കെ കണ്ടില്ലേ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ചേച്ചി പറഞ്ഞിരുന്നു നമ്മളിവിടെ വർക്കുകൾ കുറേ ആയിട്ട് വർഷങ്ങളായിട്ട് പെൻഡിങ് ആയെന്നുള്ള തരത്തിലൊരു അപവാദം പറഞ്ഞിരുന്നു. ഈ വർക്കിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ട്രൈബൽസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒക്ടോബർ മാസം 28 തീയതിയാണ് ലാസ്റ്റ് ബ്രദർ ചെക്ക് സൈൻ ചെയ്തത്. ഇവിടുത്തെ വർക്കുകൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്തത്. അതിനുശേഷം 1 തീയതിയാണ് നമുക്ക് ഈ പറഞ്ഞ ലീഗലി ആയിട്ടുള്ള ചില ഇഷ്യൂസ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് ബ്രദറിന് സ്ഥലത്തു നിന്നൊന്നും മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനും കേസിലൊരു പ്രശ്നമോ കാര്യങ്ങളോ അതിൽ ഒരു തീരുമാനം ആകത്തുണ്ട്. നമ്മൾ നിയമപരമായിട്ട് തന്നെ പോകുന്നത് നമുക്ക് ജുഡീഷ്യൽ വിശ്വാസമുണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനം പറഞ്ഞ ശേഷം മാത്രമേ ആ ചാരിറ്റബിൾ ട്രസ്റ്റ് മുമ്പ് എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ബ്രദറിനാണെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നുകൂടെയും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെയും ചോദിക്കുകയാണ്, ഇന്ന് തൊട്ട് ഈ വീടിന്റെ പണി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആ ഒരു ഫണ്ടും അതുപോലെ തന്നെ PKF മാത്രം ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇന്ന് തൊട്ട് ഇതിൽ യാതൊരു ബന്ധമില്ല എന്നല്ലേ? യാതൊരു ബന്ധമില്ല. അത് ഇവർ തന്നെയാണ് നമുക്ക് മൂപ്പന്റെ സ്ഥാനം കഴിഞ്ഞ മൂപ്പന്റെ തുല്യനാള് ആളോട് തന്നെ ചോദിച്ചറിയാം. ഇനി ആരാ ചെയ്യണ്ടേ? ആരാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് ഇത്രയും നിർത്തി വെച്ചവർ തന്നെ ചെയ്യേണ്ടി. നമ്മളല്ലേ ബ്രദറിനെ ഏൽപ്പിക്കല്ലേ? ബ്രദറിനെ ഏൽപ്പിച്ചോ, ബ്രദറും ബൈജേട്ടനുമായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇന്നലെയാണ് ജിജി ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതായത് ഇതിന്റെ പണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം അയക്കൂ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എന്ന് പറയുന്നു.
അപ്പോൾ ആ വീഡിയോ കണ്ട് പലരും പണം അയക്കാൻ സാധ്യതയില്ല. ഇത് ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു കൺഫ്യൂഷനാണ്. സഹായിക്കാൻ വരുന്നവർക്ക് പോലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ? അതിനുള്ള ഉത്തരം പുള്ളിക്കാരി തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാശിട്ട് കഴിഞ്ഞാൽ അതൊന്ന് പ്രസൻ്റ് എടുക്കാൻ സാധിക്കില്ല. കാരണം ബ്രദറിൻ്റെയും കൂടി സൈനിങ് അതോട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അതുപോലെ 1-2 കാര്യങ്ങളൊക്കെ അതിലെടുത്തെടുത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പിന്നെ കാശിട്ടിട്ട് എന്താ കാര്യം? പിന്നെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ബ്രദർ ആണെങ്കിലും എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രൊജക്റ്റിന് പ്രസൻ്റ്ലി നമുക്ക് പുറത്തുനിന്ന് ഒരു ഫണ്ട് സ്വീകരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അവർക്ക് ഗവൺമെൻറ് അവർക്ക് അനുവദിച്ച തുക വരികയും അതെടുത്ത് ഈ കോൺട്രാക്ടറായ ബൈച്ചേട്ടനെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഇവിടുത്തെ വർക്ക് പ്രസൻ്റ്ലി കംപ്ലീറ്റ് ആവും. നാളെ ഇൻ കേസ് നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, എന്തെങ്കിലും ഇപ്പോൾ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങൾ വരികയാണ്, ഇതിന് വർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ, അതായത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ചാലക്കുടി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇതായിട്ടുള്ള ഇതിൽ മാത്രമാണ് നമ്മൾ എന്താ പറയുക അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും കൊടുക്കുക. അതിനകത്ത് മാത്രമാണ് നമ്മൾ കാശുകൾ സ്വീകരിക്കുക. അല്ലാതെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റേതായിട്ടുള്ള വേറെ ഏത് ബാങ്കിലെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അല്ലാത്ത ഏതൊരു ബാങ്കിൻ്റെ അക്കൗണ്ടിലും നമ്മൾ ഫണ്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അതിൻ്റെ പേരിലൊരു പിരിവോ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മാരിയോ ബ്രദറിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ആയിട്ട് ഇനി ഈവൻ വേണമെങ്കിൽ മീഡിയയുടെ മുമ്പിലാണെങ്കിലും പുള്ളി അത് പറഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ജിജിയുടെ വീഡിയോയിൽ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളൊന്നും അറിയാത്ത ആളുകൾ ആ വീഡിയോ കണ്ട് അതിൽ കാണുന്ന നമ്പറിൽ ഒരു ചാരിറ്റി അല്ലെ ഒരു നന്മ പ്രവൃത്തി അല്ലെ എന്ന് വിചാരിച്ച നമ്പറിൽ ആ പൈസ അയക്കും. ഈ പൈസയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനൊക്കെ എന്ത് വിശ്വാസ്യതയാണുള്ളത്? അത് ആക്ച്വലി നമ്മളിപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസം കമ്മി ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിനോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിനോ ഗൂഗിൾ പേ ഇല്ല. അതിന് നമുക്ക് ഗൂഗിൾ പേ എടുക്കാനും സാധിക്കില്ല. നമുക്ക് ആകെ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു QR കോഡ്, അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേയ്മെൻറ്റിന് വേണ്ട ഒരു QR കോഡ് നമുക്ക് ലഭിക്കും. അത് നമ്മളെ ഫൗണ്ടേഷനെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെ വരുന്ന ഇപ്പോൾ അവരവരുടെ പേഴ്സണൽ അതായത് ഫോൺ നമ്പറുകൾ കൊടുത്തിരിക്കുന്നതെല്ലാം അത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് കാശ് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെയും ലക്ഷ്യം അത് തന്നെ ആയിരിക്കാം. ആരെങ്കിലും കാണും, ആ നമ്പർ എടുക്കും, നമ്മളാണെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഗൂഗിൾ പേ നമ്പർ അടിക്കും, ഗൂഗിളിൽ കാണും, പേര് കാണും, കൊടുക്കും. അതൊരിക്കലും എന്താ പറയുക ഫിലോക്കാലിയ ഫൗണ്ടേഷനോ ചാരിറ്റബിൾ ട്രസ്റ്റിനോ ആ ഫണ്ട് കിട്ടില്ല. അത് അവരുടെ പേഴ്സണലായിട്ട് അവർക്ക് വന്ന കാശാണ്. അത് അവരുടെ ഇഷ്ടത്തിന് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. സോ അവർ അവരുടെ ഒരു പേഴ്സണൽ നീഡിന് വേണ്ടിയിട്ടാണ് ഇന്നലെ തീർച്ചയായിട്ടും. കാരണം അല്ലാതെ ഈ അക്കൗണ്ടിൽ ഇട്ട കാശ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ പൈസ ഇടാൻ പറയേണ്ട ആവശ്യം എന്താ? അതെ, ആ വീഡിയോ കണ്ടപ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന ഒരു സ്വാഭാവികമായ സംശയമാണ്. പറഞ്ഞില്ലേ, അതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നോ കളിയാക്കുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളതാണ്. അവർ അതത് ബാങ്കിൽ തന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. സാർ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്നാണെന്ന് പറഞ്ഞാൽ അവരെന്നെ പറഞ്ഞുതരും. ഒരു കാരണവശാലും ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾക്ക് ഇത് കിട്ടില്ല. ഗൂഗിൾ പേ എന്ന് പറയുന്നൊരു സംവിധാനം കിട്ടില്ല. നമുക്ക് ആകെ കിട്ടുന്നത് QR കോഡ് മാത്രമാണ്. അത് ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് പേര് കാണിക്കും. ഇപ്പോൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഏത് ബാങ്ക് എന്നുള്ളത് വരെ അതിൽ മെൻഷൻ ചെയ്യും. ട്രസ്റ്റിൻ്റെ ആണെങ്കിൽ തന്നെ അത് ഏത് ബാങ്ക് എന്നുള്ളത് അടക്കം അതിൽ മെൻഷൻ ചെയ്യും. അല്ലാതെ കൊടുക്കുന്നതെല്ലാം അവരുടെ പേഴ്സണലായിട്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് ചെല്ലുന്നത്. അത് അവരെന്തിനു ഉപയോഗിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ അതും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കും പറയാനുള്ള കാര്യമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഞങ്ങളുടെ നിന്നല്ല ആരുടെ കിട്ടുമ്പോഴും നിങ്ങളത് വ്യക്തമായിട്ട് നോക്കണം. ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കോ ഫൗണ്ടേഷനോ ഇങ്ങനൊരു സംവിധാനം ഇല്ലാത്ത സ്ഥിതിക്ക് അവർ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ കാശിട്ട് കഴിഞ്ഞാൽ അത് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പോകണം. അതിന് പിന്നെ ആർക്കും ഒന്നും പറയാനോ ചോദിക്കാനോ സാധിക്കില്ല. ഇപ്പോൾ ഈ മാറ്റങ്ങൾ, അതായത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇൻവോൾവ് ഈ മാറ്റങ്ങൾ ഇന്ന് നമ്മൾ സൈൻ ചെയ്യിപ്പിച്ച് മേടിച്ചു, ഇതൊക്കെ നമ്മൾ ഇനി ഗവൺമെന്റിനെ ബന്ധപ്പെട്ട ഒഫീഷ്യൽസിനെ അറിയിക്കണം. തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ വർക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു മോണിറ്ററിംഗ് ടീം പോലെ വന്ന് അവർ പല സമയങ്ങളിൽ പല ഘട്ടങ്ങളായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരെല്ലാം അത് ബൈച്ചോട്ടം വേണ്ട ലെവലിൽ അറിയിക്കും. ഇപ്പോൾ ഇവർക്ക് ഈ വീട് പണിക്കുള്ള ഫണ്ട് എങ്ങനെയാണ് എത്തുന്നത്? അതെങ്ങനെയാണ് നമ്മളുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നത്? ഇത് ഓരോ സമയങ്ങളിലായിട്ട് പഞ്ചായത്തു നിന്നും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തു നിന്നൊക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് കാണുക, ഈ വർക്ക് വിലയിരുത്തി ഇവരുമായിട്ട് സംസാരിച്ചിട്ട്, അത് പുറത്തുനിന്ന് ഒരാളല്ല, ഇവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, ഈ പറഞ്ഞ ലെവലിൽ ഇവിടെ വർക്കുകളും കാര്യങ്ങളും നടന്നിട്ടില്ലേ, നമ്മളവരൊന്ന് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതിന് പുറമെ അതും അവർ ചോദിച്ച് മനസ്സിലാക്കി ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മൾ സൈൻ ചെയ്ത് മേടിച്ച പോലെ അതിന് വേണ്ട റിപ്പോർട്ടുകളും കാര്യങ്ങളും സൈൻ ചെയ്ത് മേടിച്ച് ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളടക്കം എടുത്ത് പോയിട്ടാണ് അടുത്ത ഘട്ടം പൈസ പാസ്സാക്കുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പൈസ പാസ്സാക്കുന്നത്. അതിനനുസരിച്ച് വേണം നമ്മളിവിടെ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. തറപണി കഴിയുമ്പോൾ ഇത്ര, സെൻസൈഡ് പൊക്കത്തി കഴിയുമ്പോൾ ഇത്ര, അതിൻ്റെ മെയ്സ്ലാവ് വാർക്കി ഇത്ര, തേപ്പ് കഴിയുമ്പോൾ ഇത്ര, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വന്ന് നോക്കും. അതിന് ശേഷമാണ് ഇവർ ഫോട്ടോ എടുത്ത് ഫയലിൽ വെച്ച് ഒപ്പിട്ടിട്ടാണ് ഈ പൈസ ട്രൈബൽസിന് കിട്ടുകയും അത് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ടും ഇത് ഗവൺമെന്റിന്റെ ഒരു മേൽനോട്ടത്തിൽ സംഭവിക്കുന്ന പരിപാടിയാണ്. ഒരു രൂപ കിട്ടണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് ചെക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയതിന് ശേഷം അവർ സൈൻ ചെയ്ത് പൈസ നമുക്ക് കിട്ടുള്ളൂ. ഈ പൈസയുടെ വരവ് ഇത്തിരി ഡിലേ ആകുമ്പോൾ ഞങ്ങളുടെ വർക്ക് കുറച്ച് ഡിലേ, അതാണ് ആ ഒരു ഡിലേക്കുള്ള കാരണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വേറെ വിഷയങ്ങളൊന്നും.
അപ്പോൾ ഇന്നലെ ജിജി ഇട്ട ആ വീഡിയോയിൽ കുറേ ഫയൽസ് കാണിക്കുന്നുണ്ട്. ആ ഫയൽസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉള്ള ഫയൽസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഫയൽസ് ഒക്കെ എങ്ങനെയാണ് ജിജിയുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ കോപ്പീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ആ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്? ആക്ച്വലി നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫിലോക്കാലെ ഫൗണ്ടേഷനും തുടക്കകാലങ്ങളിൽ നമ്മൾ ഓഫീസാക്കി വെച്ചിരുന്നത് മുരിങ്ങൂറുള്ള നമ്മുടെ ഓഫീസ് തന്നെയാണ്. കാരണം മാരിയോ ബ്രദർ തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം നമ്മൾ ആ ഓഫീസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ വളരെ മോശപ്പെട്ടുള്ള തരത്തിലൊരു പ്രവർത്തനം കാര്യങ്ങളും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഉപദ്രവം വരാൻ തുടങ്ങി, ദേഹോപദ്രവം അടക്കം വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഒന്നും എടുക്കാതെ വെറും കൈയോട് കൂടിയിട്ട് അവിടുന്ന് എല്ലാവരും പാടെ ഇറങ്ങിപ്പോരുക ചെയ്തത്. അന്ന് തൊട്ടിട്ട് എല്ലാ ഫയൽസും കാര്യങ്ങളും എല്ലാം ചേച്ചിയുടെ അണ്ടറിൽ തന്നെയാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പറഞ്ഞു അക്കൗണ്ട്സ് ഒക്കെ പൂട്ടിയിട്ട് പോയിരിക്കുന്നത്. ഈ പൂട്ടിയിട്ട് പോയ അക്കൗണ്ട്സിന് എങ്ങനെയാണ് ആ ഫയൽ കിട്ടിയത്? ഇതെല്ലാം ചോദ്യമാണ്. അപ്പോൾ എല്ലാ ഫയലുകളും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും കൈ കിട്ടിയിട്ട് പോലും വേണ്ട ലെവലിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ലെവലിൽ ഉപയോഗിക്കാതെ എല്ലാവർക്കും ഉപദ്രവം ചെയ്യുന്നല്ലേ. ഇപ്പോൾ ഇത് കാരണം തന്നെ ഒത്തിരി അധികം ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഒറ്റ വാശിയുടെ പുറത്താണ്. എല്ലാവർക്കും എന്താ പറയുക സങ്കടവും കാര്യങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ തയ്ക്കുന്നുണ്ട്. പുള്ളിക്കാരൊന്നും മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, വെക്കില്ല വാശി. ഇപ്പോൾ ബ്രദറിനെതിരെ കൊടുത്തിരിക്കുന്ന ആ കേസുകളും കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടി ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ബെയിലിലെ മെയിൻ കണ്ടീഷൻ തന്നെ അതാണ്. ചേച്ചിയായിട്ട് നേരിട്ട് കാണാനോ ഇവർ ചാലക്കുടിയിൽ വരാനോ ഇതിന് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ വരെ പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പുള്ളിയെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ബുദ്ധിമുട്ടായി ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കാരണം എന്താ കാര്യം? ഇതിപ്പോൾ മറ്റേ ആ ഒരു സിനിമയിൽ ഒരുത്തം പറയുമല്ലോ, ഇതിന് തീ കൊടുത്തിട്ട് പറയുമല്ലോ, നാട്ടുകാരെ ഓടി വരുന്ന തീ പിടിച്ച്, നാട്ടുകാരെ ഓടി വരുന്ന തീ പിടിച്ച്. അതേ സെറ്റപ്പിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി തന്നെ പറഞ്ഞിരിക്കുക അങ്ങോട്ട് വരരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നുള്ളത്. എല്ലാ കണ്ടീഷനും വെച്ചിരിക്കുക. എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയാം ഇവിടെ ഒന്നും നടക്കുന്നില്ല, എല്ലാം പെൻഡിങ് ആണെന്നുള്ളത്. ഇപ്പോൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇത് ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഇന്നലെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ കുറച്ചുകൂടിയും പണി പൂർത്തിയാവാതെ നിശ്ചലമായി കിടക്കുന്ന വീട് പണികളുടെ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കോ, അങ്ങനെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കാനുള്ളൊരു തീരുമാനമുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ അതിൽ ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ തരത്തിലുള്ള ബോർഡ് മെമ്പേഴ്സും സ്റ്റാഫുകളെല്ലാം കൂടെ ഇരുന്ന് തീരുമാനിച്ച സമയത്ത് നമുക്കതിൽ വയനാട്ടിലെല്ലാം ശ്രുതിയുടെ വീട് വെച്ച് ബാക്കി വീടുകളുടെ എല്ലാം കാര്യത്തിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇടപെട്ട് വേണ്ട ലെവലിൽ കാര്യങ്ങൾ നീക്കമൊക്കെ ആക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ശ്രുതിയുടെ വീട് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 10-35 ലക്ഷം രൂപയുടെ അടുത്തൊക്കെയാണ് അതിൻ്റെ ബഡ്ജറ്റ് കിടക്കുന്നത്. അപ്പോൾ അത്ര എമൗണ്ടിലൊന്നും വീട് പണിത് കൊടുക്കാനല്ല ഒരു ചാരിറ്റി അല്ല കപ്പാസിറ്റി ഒന്നും തൽക്കാലം ഫൗണ്ടേഷൻ ആയിട്ടില്ല. ശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ആ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ പാരൻസ് നഷ്ടപ്പെട്ട, ബന്ധുക്കൾ നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ അതിനുശേഷം ഭാവി വരൻ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ട ശ്രുതിയുടെ കാര്യമാണ് പറയുന്നത്. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ക്ലിയർ ആക്കിയാണ്. ഈ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ 35 ലക്ഷം രൂപയുടെ വീടൊന്നും ആർക്കും പണിത് കൊടുത്തതായി കേട്ടിട്ടില്ല ഒരു സഹായത്തിന്റെ പുറത്ത്. ഈ 35 ലക്ഷം 4 വീട് പണിത് കൊടുക്കാം. അതാ പറഞ്ഞത്. അത് ചേച്ചി ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അന്നത്തെ ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്തതാണ്. മനസ്സിലായി, അവർക്കൊരു പേര് കിട്ടുക, അവർക്കൊരു ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ്. അതിനന്ന് ബ്രദർ പൂർണ്ണമായിട്ട് എതിർത്താൽ. കാരണം വെച്ചാൽ വയനാട് തന്നെ അതിനും അർഹരായിട്ടുള്ള ഒത്തിരി പേര് കിടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ അപേക്ഷ തന്നിട്ട് ഈ പറഞ്ഞ ഉരുൾപൊട്ടലിൽ നിന്നൊക്കെ വീട് പോയിട്ട് കിടക്കുന്ന കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേര് തന്നിട്ടുണ്ട് ബ്രദറിന്. അപ്പോൾ ബ്രദർ പറയുന്ന ആ ഇതിന്ന് ഒരു 3-4 പേര് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 35 ലക്ഷം രൂപയ്ക്ക് അവർക്ക് വീട് പണിത് കൊടുക്കാം. എന്തിനും ഈ ഒരു ഒറ്റ ആൾക്ക് ഇത്രയും എമൗണ്ടിൻ്റെ ഒരു വീട് പണിത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ബ്രദർ അതിൽ താല്പര്യം കാണിക്കുന്നത്. അത് ബ്രദർ മാത്രമല്ല, നമ്മളെ ബോർഡ് മെമ്പേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകൾ, നമ്മളെ അടുത്ത് നിൽക്കുന്ന സ്റ്റാഫുകളാണെങ്കിലും അതിന് സമ്മതിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രസ്റ്റിനെ അപേക്ഷിച്ച് ഫൗണ്ടേഷനിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. സ്വന്തം ഒരു ഇഷ്ടപ്രകാരം ആർക്കും ഒരു തീരുമാനം എടുക്കാൻ ഇതിനകത്ത് സമ്മതിക്കുന്നില്ല. ഇന്നലെ ജിജി ആവശ്യപ്പെട്ട പോലെ പിന്നെ അക്കൗണ്ടിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പണം അയക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ എൻ്റെ ഒരു ആവശ്യമേ ഇല്ല. പുള്ളിക്കാരിയുടെ ആഗ്രഹം തന്നെ നടത്തണം തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പുള്ളിക്കാരി പറഞ്ഞതാണ് എന്തായാലും വെള്ളം ഇത്രയും കഷ്ടപ്പെട്ട് ഇവരൊക്കെ ഇത്രയും പെൻഡിങ് നിൽക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ തീരണം എന്ന് തന്നെയാണ് പുള്ളിക്കാരുടെ ആഗ്രഹം. ആ ആഗ്രഹം തന്നെ ഞങ്ങൾക്ക് ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം തന്നെയാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷനായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൈനിങ് അതോറിറ്റിയിൽ മാരിയോ ബ്രദർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ബ്രദർ ഫിലോക്കാലിയ ഫൗണ്ടേഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം പയ്യെ നിശ്ചലമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ലീഗലി അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളാവുന്നതിനനുസരിച്ച് കോടതി പറയുന്നതിനനുസരിച്ച് ബ്രദർ അതിൽ വേണ്ട തീരുമാനങ്ങൾ ആ സമയത്ത് എടുക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് പെട്ടെന്നൊന്നും അതിൽ പറയുന്നില്ല. കാരണം കോടതി പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പോലെ എന്ന് പറഞ്ഞാൽ പുള്ളി അത് ചെയ്യും. അത് നിയമപരമായിട്ട് നമുക്ക് നിയമത്തിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ നിയമം പറയുന്നതനുസരിച്ച് ബ്രദർ ചെയ്യും ആ സമയത്ത്. ഇന്നലെ ജിജിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ആദിവാസി ഉന്നതിക്ക് വേണ്ടിയിട്ട് 26 വീടുകൾ വെച്ചു കൊടുക്കാൻ അതിൻ്റെ പണി നിശ്ചലമായി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അതിൽ പൈസ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് സത്യാവസ്ഥ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളും ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ഒപ്പം യാത്ര ചെയ്ത് ആ ഒരു ആദിവാസി ഉന്നതി ആ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്
ഇപ്പോൾ ഈ വീടുകളുടെ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് ഫിലോക്കാലിയ ഫൗണ്ടേഷനാണ്. അവർ പറയുന്നത് ഇനി ഈ വീടിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ നിലവിലൊരു ഫണ്ടിൻ്റെ ആവശ്യമില്ല, അതിനുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ മുഖേന നിങ്ങളോട് ആ പണം സഹായിക്കാൻ മനസ്സുള്ളവരോട് ചോദിക്കുന്നതാണ് ഇതിലൂടെ ക്ലിയർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷനാണ് ഈ ഒരു ആദിവാസി ഉന്നതിയുടെ പുനർനിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്.